എറണാകുളം ഇടപ്പള്ളിയിൽ CPM കൗൺസിലറുടെ നേതൃത്വത്തിൽ ക്ഷേത്രഭൂമിയിൽ അതിക്രമിച്ചു കയറി സർപ്പക്കാവ് നശിപ്പിച്ചതായി പരാതി. 300 വർഷത്തെ പഴക്കമുള്ള ഇടപ്പള്ളി കരുമാട്ട് ദേവീക്ഷേത്രത്തിലെ വൻമരത്തിന്റെ ശിഖരങ്ങൾ വെട്ടി നശിപ്പിക്കുകയായിരുന്നു. അയൽവാസി പരാതി നൽകിയെന്ന പേരിലാണ് കൗൺസിലർ ദീപാ വർമ്മയുടെ നേതൃത്വത്തിൽ ക്ഷേത്രഭാഗങ്ങൾ നശിപ്പിച്ചതെന്ന് കുടുംബക്ഷേത്രം ഭാരവാഹികൾ ആരോപിച്ചു. സംഭവത്തിൽ വിവിധ ഹൈന്ദവ സംഘടനകളും BJPയും പ്രതിഷേധിച്ചു. കരുമാട്ട് തറവാട് വക കുടുംബക്ഷേത്രമാണ് ഇടപ്പള്ളി കരുമാട്ട് ദേവീക്ഷേത്രം. ക്ഷേത്രത്തിനരികിലുള്ള തറവാട് മുറ്റത്തുകൂടി കടന്ന് ക്ഷേത്രഗേറ്റിന്റെ പൂട്ട് തകർത്താണ് മരംവെട്ട് തൊഴിലാളികൾ അകത്ത് കടന്നത്. സർപ്പപ്പാലയുടെ ചുവട്ടിലുള്ള സർപ്പക്കാവിലേക്ക് തന്നെ കൊമ്പുകൾ മുഴുവൻ വെട്ടിയിട്ടതോടെ കാവും പ്രതിഷ്ഠയുമെല്ലാം തകർന്ന് ഇതിനകത്തായി. സർപ്പബലി നടക്കുന്ന ഭാഗമാണിത്. കഴിഞ്ഞ ആഴ്ചയാണ് ഇത്തരത്തിൽ അതിക്രമം നടന്നത്. മരം അപകടകരമാണെന്ന് അയൽവാസി നൽകിയ പരാതിയുടെ പേരിലാണ് ക്ഷേത്രം ഭാരവാഹികൾ പോലും അറിയാതെ CPM കൗൺസിലർ ദീപാ വർമ്മയുടെ നേതൃത്വത്തിൽ മരം വെട്ടിയിട്ട് സർപ്പക്കാവ് തകർത്തതെന്ന് ക്ഷേത്രം രക്ഷാധികാരി അനിൽകുമാർ പറഞ്ഞു. സംഭവത്തിൽ വിശ്വഹിന്ദു പരിഷത്തും പ്രതിഷേധിച്ചു. അതിക്രമിച്ച് കയറി നമ്മുടെ ക്ഷേത്രത്തിലെ ബിംബങ്ങളും ആചാരാധനങ്ങളും തകർത്ത് കഴിഞ്ഞ മാർച്ചിൽ ഇത് പുതുക്കി പണിതുള്ളൂ. അതുവരെ പൊളിച്ച് നമ്മുടെ മനസ്സിനെ ഹർട്ട് ചെയ്യുന്ന വിധത്തിൽ ഇന്ന് രാവിലെയാണ് വിശ്വഹിന്ദു പരിഷത്തിന് ഇങ്ങനെ ഒരു ആചാര ലംഘനത്തെക്കുറിച്ച് വിവരം കിട്ടുന്നത്. കാലങ്ങളായിട്ട് ഒരു കുടുംബത്തിൻ്റെ അധീനതയുള്ള ക്ഷേത്രത്തിൽ വെച്ചാരാധന നടത്തുന്ന ഒരു ക്ഷേത്രത്തിൽ 300 വർഷത്തോളം പഴക്കമുള്ള ഒരു ക്ഷേത്രത്തിൻ്റെ നാഗപ്രതിഷ്ഠയുടെ മുകളിൽ ഇത്രയും വലിയൊരു അതിക്രമം നടന്നിട്ട് പ്രതിഷേധിക്കാതിരിക്കാൻ നമുക്ക് സാധിക്കുകയില്ല. കഴിഞ്ഞ കുറേ നാളുകളായിട്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടക്കുന്ന ആചാര ലംഘനങ്ങളുടെ ഒരു തുടർ പ്രക്രിയ എന്നുള്ള നിലയിൽ മാത്രമേ നമുക്കിതിനെ കാണുവാൻ സാധിക്കുകയുള്ളൂ. ക്ഷേത്രത്തിന്റെ ഈ അവസ്ഥയിൽ വിശ്വാസികളും ദുഃഖിതരാണ്. ഞങ്ങളിതിൽ വിളക്ക് കത്തിക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പം ഞങ്ങൾക്ക് വഴിയിൽ പോലും കയറാൻ പറ്റാത്തൊരവസ്ഥയിലാണ് കാര്യങ്ങൾ നടക്കണേ. വഴി അടച്ചു വെച്ചേക്കുക. ഞങ്ങൾക്ക് കയറണമെങ്കിൽ പല സമ്മതത്തോടു കൂടി വേണം. അതിന് ഇവിടെയുള്ള ആളുകൾ കുറച്ച് പേര് ഇതിന് മുന്നിട്ടിറങ്ങി ഞങ്ങളോടൊരു ശത്രുതയുള്ളത് പോലെയാണ് പെരുമാറുന്നത്. എല്ലാ മാസവും കരുമാട്ട് കുടുംബാംഗങ്ങളെത്തി ക്ഷേത്രത്തിൽ വിളക്ക് വയ്ക്കുകയും ചടങ്ങുകൾ നടത്താറുമുണ്ട്. 300 വർഷം പഴക്കമുള്ള ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണം ഏതാനും മാസം മുമ്പാണ് നടന്നത്. എന്നാൽ മുഖ്യമന്ത്രിക്കും കൊച്ചിൻ കോർപ്പറേഷനിൽ ലഭിച്ച പരാതികളുടെ അടിസ്ഥാനത്തിലാണ് മരം വെട്ടിയതെന്നും ബന്ധപ്പെട്ടവർക്ക് നോട്ടീസുകൾ നൽകിയിട്ടുണ്ടെന്നും കൗൺസിലർ ദീപാ വർമ്മ പ്രതികരിച്ചു. ജനം, കൊച്ചി.